നിർത്തി. ഞാൻ പിന്നെ ഗ്രൂപ്പിലും ഉണ്ടാതായി. അല്ല അല്ല ആ ചർച്ചകൾ പറഞ്ഞു, ഈ പകരന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഈ കറാമത്തിന്റെ പേരിൽ നിങ്ങൾ ഈ അനാവശ്യമായ സംസാരങ്ങളൊക്കെ പറഞ്ഞോ? അതന്നെ. അതിന് വേറെ പോയിന്റ് കൂടി ഉണ്ട്. ആ അന്ന് ഈ റഷീദ് ഓലിയർ എന്നോട് അതിന് മുമ്പ് മൂപ്പർക്ക് ഞാനാണ് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത്. ആ ആ ആ മൂപ്പരിന്റെ ഇവിടെ ചെറുകോട് വന്നുകാണ്ട് ഒരു 2-3 മാസത്തോളം നിന്നിനു. ആ ഓക്കെ. അപ്പൊ അന്ന് മൂപ്പര് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഈ മഹാന്മാരായ നമ്മളെ മുൻഗാമികളെ പിൻപറ്റി നടക്കണേ, അതായത് ഇപ്പൊ ഷാഫി ഇമാം ഇങ്ങനത്തെ അയിമത്തിനെ പിൻപറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ മുജാഹിദുകൾക്ക് നമ്മളെ അടിക്കാൻ ഒരു വടി ഉണ്ടാവൂലെന്ന് പറഞ്ഞു മൂപ്പര്. അപ്പൊ അതിനർത്ഥം അവരിപ്പോ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കണം. അതായത് ഇവരെ പിൻപറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ മുജാഹിദുകൾക്ക് നമ്മളെ അടിക്കാൻ ഒരു വടി ഉണ്ടാവില്ല. സത്യമാണ്. മഹാന്മാരായ ഇമാമിയങ്ങൾ, മുൻഗാമികളായ ഇമാമികൾ പിൻപറ്റുകയാണെങ്കിൽ ഇവർക്ക് തോന്നിയ ദിവസം പറയാൻ പറ്റുമല്ലോ. പറ്റൂല. അതാണ് സംഭവം. അപ്പൊ ഇത് ഇയാളുടെ അടുത്തുണ്ട്. എനിക്ക് അത് അപ്പൊ ഞങ്ങളിങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും. ഇത് അപ്പൊ അതിന്റെ മനസ്സിൽ ഉൾക്കൊണ്ടു ഞാൻ. അങ്ങനെയാണെങ്കിൽ ഇയാളൊന്നും അവരോട് ഇപ്പൊ പറയിപ്പിച്ചല്ലോ സത്യം എന്താണെന്നുള്ളത് എനിക്ക് ഇവിടെ കിട്ടിയല്ലോ പോയിന്റ്. ചിലർ കാരണല്ല അവിടെ ഉള്ള, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, അവിടുത്തെ ഒരു 2ാമത്തെ ദിവസമായിരുന്നു. എനിക്കറിയാം. ഞാൻ അതിന്റെ മുറ്റത്ത് ഓടി ചാടി വളർന്നല്ല. ഞാൻ ഇയാസുന്റെ മുറ്റത്ത് ഓടി ചാടി വളർന്ന ആളാ ഞാന്. മനസ്സിലായി. പ്രത്യേകിച്ച് റമദാനിൽ ഗിയാസിനെ പൂട്ടുമ്പോഴൊക്കെ പിന്നെ എല്ലാവരും കുട്ടികൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഞാനടക്കം അന്നൊരു ഒരു അവിടെ ക്ലർക്ക് ഒരു സലീം മുസ്ലിയാർ ഉണ്ടായിരുന്നു. സലീം മുസ്ലിയാർ അറിയും, മുപ്പരിപ്പുണ്ടോ എനിക്ക് അറിയാം. പിന്നെ മൂസ മുസ്ലിയാർ ഉണ്ടായിരുന്നു, മുപ്പരിപ്പുണ്ട്. അവിടുത്തെ മുഅദ്ദിനെ ഈ 2 ആളായിരുന്നു. പിന്നെ പൂട്ടി കഴിഞ്ഞാൽ കോളേജിന്റെ നിയന്ത്രണം, പള്ളിന്റെ കോളേജിന്റെ നിയന്ത്രണം. നമ്മളൊക്കെ അന്ന് സജീവമായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ എനിക്കറിയാം അവിടെ യാസിലെ ഉസ്താദ്മാരെയും ഈ സുലൈമാൻ ഉസ്താദിനൊക്കെ ഞാൻ കുട്ടിക്കാലത്തിന്റെ ഓർമ്മ വെച്ച കാലം മുതൽ കാണണം, എപ്പോഴും കാണാൻ തുടങ്ങിയതാണ്. ഓക്കെ. എനിക്ക് അവിടുത്തെ ഉസ്താദ്മാരൊക്കെ എനിക്കറിയാം. ഞങ്ങൾ കണ്ടിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹമീർ എന്നൊക്കെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നത്. അതായത് നിങ്ങൾ പൊരുത്തപ്പെട്ടാളി കേട്ടോ. അതൊന്നും വിഷയമല്ല. അതായത് നമുക്ക് ഇതൊക്കെ ആവേശം മൂത്തിട്ടേ അത് മൊത്തത്തിൽ കുട്ടികൾ നിങ്ങൾ പറഞ്ഞതാണ് ഹമീർ എന്നുള്ളത്. പിന്നെ നമ്മളത് അത് ഒന്നാമത് വെച്ചാൽ ഞാനവിടെ സലഫി അതിന്റെ ശേഷം അവിടെ ഇങ്ങനെ പൊട്ടിത്തെറിയും ചലനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന്റെ ശേഷം അവിടെ കണ്ടമാനം ആൾക്കാർ മാറിയത്. ഈ ഒരു തൗഹീദിന്റെ വിഷയം എന്ന് പറഞ്ഞാല് നമ്മള് പറയുന്ന ആളുകൾക്ക് എല്ലാതും മനസ്സിലാവുക. ഇതിപ്പോ ഞാനിപ്പോ ഇതിലേക്ക് മാറിയതിനു ശേഷം ഒരൊറ്റ ദിവസം പോലും എന്നുള്ള ആൾക്ക് ഞാനത് പറയാതെ നിന്നിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുള്ള ഒരു അവസരം നിങ്ങൾ പറഞ്ഞല്ലോ, ഈ സാധാരണക്കാരന് ഫിത്രത്തിലുള്ള കുറെ ചിന്തകളുണ്ട്, കുറെ അറിവുകൾ അല്ല കൊടുക്കുന്ന കുറെ അറിവുകളും അത് ഈ സമസ്തന്റെ പിന്നെ നേതാക്കന്മാരും പുരോഹിതന്മാരും പറയുന്ന ആദർശമല്ല സമസ്തന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വലിയൊരു ഭൂരിഭാഗം ആൾക്കാരും. സംഭവം അറിയോ? അതായത് റസൂൽ പറഞ്ഞു നിങ്ങൾ ഇതിന്റെ ശേഷം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഹദീസ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? അലൈക്കും ബിസുന്നത്തി വസുന്നത്തി ഖുലഫാഇ റാഷിദീൻ. നിങ്ങൾ എന്റെ ശരീരയും ഖുലഫാകളുടെ ശരീരം നിങ്ങൾ മുറുകെ പിടിക്കണം. വഅളു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്നുള്ളതാണ് റസൂൽ പറഞ്ഞത്. റസൂൽ പറഞ്ഞത് എന്താണ്? അത് കറക്റ്റാണ്. ഈ ഒരു ഭിന്നത ഇപ്പോഴും നമ്മളുള്ള സെൽഫികളാണെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അതെ, തീർച്ചയായും. അപ്പൊ ഇത് സാധാരണക്കാരനായ ആളുകൾക്ക് സംശയം ഉണ്ടാകും, ഏതാണ് ശരി എന്നുള്ളത്. KP ആണോ ശരി, EK ആണോ ശരി, അതല്ല ഇനി മുജാഹിദിൽ KNM ആണോ ISM ആണോ ഇസ്ലാണോ, ഏതാണ് ശരി എന്നുള്ളത് തോന്നുന്നു. ഇനിയിപ്പോ സെലക്ട് ആണെങ്കിൽ മഞ്ചേരി ഗ്രൂപ്പാണോ അതല്ല വേറെ ഏതെങ്കിലും ഗ്രൂപ്പാണോ കണ്ണൂർ ഗ്രൂപ്പാണോ, ഏതാണ് ശരി എന്നുള്ളത്. ഒരു ഗ്രൂപ്പിന്റെ ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, അതിനാണ് റസൂൽ ഒരു സംഘടന ആരാണെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ എന്റെ സാപത്തും ഏതൊരു മാർഗത്തിലാണ് അവിടെ നിൽക്കുക. അതാണ് നമ്മളെ ലൈന്, നമ്മളെ പോളിസി ആയിരിക്കണം. അത് അത്രേ ഉള്ളൂ. റസൂൽ ഇതിന്റെ സെക്രട്ടറി ഇതാണ്, പ്രസിഡന്റ് അതവരാണ്, അങ്ങനെ ഒന്നും പറഞ്ഞു നിൽക്കല്ല. നമ്മളെ കൂട്ട് ഇതിന് മനസ്സിലാക്കാൻ, ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി റസൂൽ പറഞ്ഞത് ഒറ്റ ഈ വാക്കാണ്, ഞാൻ എന്റെ സാപത്തും ഏത് ശരീരയിലാണ് ഉണ്ടായിരുന്നത് അതിനെ പിൻപറ്റുന്നവരാണെന്നുള്ളത്. അത് അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കാം, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നത് ഇത് റസൂലിന്റെ സാപത്തിന് സപ്പോർട്ട് ഉണ്ടോ? ഓക്കെ, നമ്മളത് ടിക്ക് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ഓരോ അമലത്തും ഇപ്പൊ നബിദിനം റസൂൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണ്ട. ഇല്ലാന്ന് പേര് പറയുന്നുണ്ട്. ദീനി നമുക്ക് പൂർത്തിയാക്കപ്പെട്ടതല്ലേ, പിന്നെ ഇതിൽ കൂട്ടിക്കലർത്തലില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലേ, ഈ ഫിത്രത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ചര്യ പിൻപറ്റുന്ന ആളുകൾ അത് എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ഈ സമസ്തക്കാരും ഈ ഖുറാഫികളും കുബൂരികളും എന്നൊക്കെ പറഞ്ഞ ഈ ഗ്രൂപ്പിലും ഉണ്ടാവും ഈ ആളുകൾ. ഈ ഫിത്രത്തിൽ അങ്ങനെ ജീവിച്ചു പോണ ആളുകളാണ്. അതുകൊണ്ട് സമസ്തക്കാരെ മുഴുവൻ നമുക്ക് പറയാൻ പറ്റൂല. സമസ്ത എന്ന ആശയം കുഫറാണ്, അതിൽ യാതൊരു സംശയമല്ല. അല്ല, അത് ശരിയാ, നിങ്ങൾ പറഞ്ഞു ശരിയാ. അല്ല, നമ്മൾ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞതാണ്, നമ്മൾ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലില്ല. നമ്മൾ മഹാന്മാരെ എന്റെ വാപ്പയും ഇതാണ് പറയുന്നത്. ഞങ്ങൾ ചാത്തൻകുട്ടിനോടൊന്നും തോർക്കലില്ല എന്നുള്ളതാണ് പറഞ്ഞത്. വാപ്പ നിങ്ങൾ തോർക്കുന്നുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾ അറിയുന്നില്ല. ഇപ്പൊ ഈ മൗലിദിലൊക്കെ അഷ്ഫാഅത്ത് ഹബ്ലന എന്നുള്ളത് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്.
ഷഫാഅത്ത് തരേണ്ടത് അള്ളാഹുവാണ്. അത് തീർച്ചയായിട്ടും. അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? ഈ ഷഫാഅത്തിന് അർഹൻ ഞാനാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് എനിക്കത് വാങ്ങി തരും എന്നുള്ളതാണ് റസൂൽ പറഞ്ഞത്. അതെ തീർച്ചയായിട്ടും. അതല്ലാതെ എന്നോട് ചോദിക്കുന്നുള്ളതല്ല റസൂൽ പറഞ്ഞത്. അതെ, ഇന്ന ആൾക്കാർക്ക് ഷഫാത്ത് ചെയ്താൽ അല്ല കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് റസൂൽ ഷഫാത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഇത്. അതെ, അതാണ്. പിന്നെ ഇവര് പറയുന്ന ഈ അദ്ദുആഉ വൽ ഇബാദ എന്നുള്ളതാണ്. ഇപ്പൊ ഈ കാന്തവരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു, ഇപ്പൊ അള്ളാഹിനോട് പറഞ്ഞ ആ ക്ലിപ്പിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടു, ഞാൻ കുറെ കേട്ടു. അതിൽ അങ്ങനെ എനിക്ക് അള്ളാഹിനോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ടോന്നൊക്കെ. അതൊക്കെ എന്തൊരു ഞാൻ പറഞ്ഞ ഈ ചങ്ങ ഈ കാക്കാക്ക് വയസ്സുകാലത്ത് ആ വക തോന്നിയാസം ചോദിക്കണമെങ്കിൽ എന്താ ഇയാളെ ഈമാന്റെ വില എനിക്കതാ മനസ്സിലായത്. അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. ഇവര് എന്തെങ്കിലും കാര്യം ഔലിയാകളെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ അള്ളാഹിനോട് കമ്പയർ ചെയ്യും. അതാണ് കമ്പയറിംഗ് ആണ് പ്രശ്നം. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. എങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങളെ മൊയ്തീൻ മടവൂരിന് കഴിയൂല ചോദിച്ചപ്പോ അങ്ങനെ അള്ളാഹ് കഴിയൂലേ? അള്ളാഹാനായിട്ട് പോലെ തുലനം ചെയ്യാണ്. എന്താണ് ചെയ്യണത് പോലെ? ഞാനിപ്പോ ഇബാദത്ത് എന്ന വിഷയം ഇത് ഇവർക്ക് ആകെ അറിയുന്ന ഒറ്റ ദുആ മാത്രമേ ഉള്ളൂ. ഇവർക്ക് അതിന്റെ നമ്മളിപ്പോ അന്ന് പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വിട്ട ആ വീഡിയോന്റെ താഴത്തൊക്കെ ഉണ്ട് ഈ എല്ലാ ദുആവും ഇബാദത്തല്ല, എല്ലാ ഇബാദത്തും ദുആ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച ചെയ്യണത്. ഇതിപ്പോ ഇവർക്ക് അറിയില്ല. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട വിഷയമല്ലല്ലോ ദുആ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തൗഹീദ്. അത് എനിക്ക് തിരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് എനിക്ക് തിരിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമില് 5 വയസ്സായോ 6 വയസ്സായോ കുട്ടിക്ക് തിരിയാത്തൊരു ആദർശം ഇസ്ലാമിലുണ്ടോ? സിമ്പിൾ അല്ല അതിന്റെ ആദർശം. സിമ്പിൾ ആണ്, പക്ഷെ ഇത് എടുക്കാൻ എളുപ്പമല്ല. അതായത് ഈ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് അത്ര എളുപ്പമാണ്, സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും പക്ഷെ അത് എടുക്കാൻ എളുപ്പമല്ല. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോ കാന്തപുരം എന്താണ് അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ മുസ്ലിങ്ങളൊക്കെ അള്ളാഹുവിനോട് തന്നെ ദുആർക്കുള്ളൂ എന്ന് പറയും ചെയ്യും. എന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുന്നത്. അത് ഓഡിയോയിൽ പറയുന്നുണ്ടോ? എന്ത് മുസ്ലിങ്ങളെല്ലാവരും അള്ളാഹിനോടല്ല ദുആർക്കല്? എന്നാൽ അള്ളാഹിനോടല്ലല്ലോ ഒരു ദുആർക്കല്. അല്ല, അള്ളാഹുവിനോടല്ല ദുആർക്കുന്നത്. അദ്ദുആഉ വൽ ഇബാദ എന്നുള്ള ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിലേ ഇവർക്ക് ആകെ അറിയുന്ന ദുആ മാത്രമാണ്. ദുആ തന്നെയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുന്ന ഒരു നല്ല കാര്യം എന്ന ചെറിയ അർത്ഥത്തിലല്ല ഇപ്പൊ അതിനെ വിശദീകരിക്കേണ്ടത്. നമുക്ക് ദുആ എന്ന് പറഞ്ഞത് വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം ശരിക്കും. ദുആഉൽ മസ്അല എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ഫാത്തിഹ എടുക്കുക. ഫാത്തിഹന്റെ ആദ്യത്തെ ഭാഗം ദുആ, അതും ഒരു ദുആ ആണ്. പിന്നെ അതിന്റെ ശേഷമുള്ളതും മറ്റൊരു ദുആ ആണ്. ദുആ തലബാണ്. ആ ഒരു വിഷയം അള്ളാഹുവിനോട് ചോദിക്കാണ് ഇതിന്റെ അവസാനത്തെ ഭാഗം. അതായത് നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. ദുആ ഇബാദത്ത്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് സ്തുതിക്കുക, അള്ളാഹുവിന് ഹംദ് പറയാ, അള്ളാഹുവിന് ശുക്ർ പറയാ. ഈ വക കാര്യങ്ങൾക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലിക് യൗമിദ്ദീൻ ഇതൊക്കെ അള്ളാഹുവിനോട് അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് നമുക്ക് ഇങ്ങോട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാണ്, അള്ളാഹുവേ ഞങ്ങൾ ശരിയായ പാതയിൽ അടിയുറപ്പിച്ച് നിർത്തണേ. ഇത് ദുആ മസ്അലയാണ്. സംഗതി നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടാണ്. മറ്റേത് അള്ളാഹുവിനോട് നമ്മൾ വെറുതെ അള്ളാഹുവിനെ സ്തുതിക്കാണ്. ഈ വക സംഗതികൾ തന്നെയാണ് ബാക്കിയുള്ളത്. അതായത് ദുആ ഇബാദ എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. വേറൊരു കാര്യമുണ്ട്, എന്താ നിസ്കാരം. നിസ്കാരം ഒരു ദുആ ഇബാദയാണ്. അതേപോലെ തന്നെ നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, പിന്നെ നേർച്ചയാക്കല്. ഇവർക്ക് നേർച്ചയാക്കല് ആർക്കാണ്? മരിച്ചുപോയ ആൾക്കാരുടെ പേരിൽ പോയി, മൊയ്തീൻ ഷേഖിന്റെ പേരിൽ പോയി, പൂജ, ആന, അതൊക്കെ നേർച്ചയാക്കും ചിലപ്പോ. അതായത് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ രസം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവർ പറയാം ഞങ്ങളൊക്കെ അള്ളാഹിനെ നേർച്ചയിൽ അറിയല്ലോ. അമ്പുറത്തങ്ങൾക്ക് മൊയ്തീൻ ഷേഖിനാണെങ്കിൽ ഒക്കെ ഞങ്ങൾ അള്ളാഹ് തന്നെയാണ് അറിയാം. ഞാൻ ഇപ്പൊ ഒരു കുറച്ചു കാലം മുമ്പാണ് നമ്മൾ ഇയാസുനോട് ചാരിയിട്ട് അങ്ങാടിയിൽ നേർച്ചപ്പെട്ടിണ്ട്. അപ്പൊ അത് ബദരീങ്ങളത് പിന്നെ ബദരീങ്ങളത് പിന്നെ ഷെയർ ഷൂതാക്കളത്, ഓമാൻ ഷൂതാക്കളത് 3 അട്ടിക്കട്ടിക്കാണ്. അപ്പൊ അങ്ങാടി നിൽക്കുമ്പോ ഒരു താത്തയ്ക്ക് പൈസ ഇട്ട സമയത്ത് താത്ത ഉദ്ദേശിച്ച ഓട്ടിക്കല്ല പോണത്. താത്ത ഏതോ ബദരീങ്ങളെ നേർച്ചന്റെ ഉദ്ദേശിച്ച് നേരെ ഓമാൻ ഷൂതാക്കളത്തേക്ക് പോണ്. ഓട്ട മാറി. എന്നിട്ട് താത്ത ഒരു കൊള്ളിയോട് തോണ്ടിയെടുക്കുകയാണ്. അപ്പൊ ഞാനവിടുന്ന് സുഹൃത്തുക്കളോട് കണ്ടില്ലേ, ഇതിപ്പോ അള്ളാഹ്ക്കുള്ള നേർച്ച തോണ്ടിയെടുക്കേണ്ട കാര്യണ്ടാ? ഒക്കെ അള്ളാഹ്ക്കല്ലേ. അപ്പൊ ഒരു പൊരുത്തം ആഗ്രഹിക്കണം അള്ളാഹിന്റെ നല്ല. അതാണ് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹി. അത് അവര് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഇവര് മറ്റുള്ള ആളുകളെ സ്നേഹിക്കുക. ഇവര് മുശ്രിക്കാവുന്നത് ഇവര് പറയുന്നത് അവർക്ക് അള്ളാഹു കൊടുത്ത കൈകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ ഇലാഹാണെന്നുള്ളത് അവർക്ക് നമ്മൾ ചോദിക്കുമ്പോഴാണ് എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അല്ല, അതായത് അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകളില് അള്ളാഹുവിന് കൊടുക്കേണ്ട ഈ ദാസ്യത്വത്തിന്റെ ഓരോരോ കാര്യങ്ങളുണ്ട്. സുജൂദ്, അതേപോലെ തന്നെ ദുആ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ മറ്റുള്ള ആളുകൾക്ക് ചെയ്യുന്നതാണ് പ്രശ്നം. ഈ പറഞ്ഞപ്പെട്ട ആ ഒരു കുസന്താടിക്കാരൻ, ഒരു വൈലത്തൂർ പാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊണ്ടുനടക്കുന്ന ഒരു ആളുണ്ടല്ലോ, അയാള് ഈ മഖാമിൽ സുജൂദ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. അതന്നെ ഇതാണ് ഈ സുജൂദ് എന്നുള്ളത്. അള്ളാഹുവിന് അയാൾ മരിക്കുമ്പോ മടവൂരിനെ വിളിച്ചാൽ മരിച്ചു കേട്ടോ. യെസ്, അത് CM പറഞ്ഞിട്ട്
അതാണ് ഇതൊക്കെ ഒരു അള്ളാഹുവിന് കൊടുക്കേണ്ട ഓരോരോ ഇബാദത്തിന്റെ ഓരോരോ രീതികളാണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഇവർ കാത്തലാക്കുന്ന രീതിയാണിത്. ഇവർ എങ്ങനെയാണ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത് ഈ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നില്ല. പാപങ്ങളാണ് ഇവരൊക്കെ. നമുക്ക് ചിലപ്പോൾ തോന്നും ഇവരോട് പറഞ്ഞാല്, ഇപ്പൊ എനിക്ക് ചിലപ്പോ അങ്ങനെ തോന്നിയത്, അതായത് എന്റെ വല്യമ്മൊക്കെ ഒരു ആ സമയത്ത് എനിക്ക് തോന്നുന്നു മനസ്സിലായിട്ട് ഇതൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ റെഡി ആകുമായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ അതല്ല സംഗതി. നമ്മള് അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ച ആളുകൾക്ക് അത് എങ്ങനെയാണെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അത് എങ്ങനെയാണെങ്കിലും അള്ളാഹു തആലക്ക് ഇത് കൊടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും അത് കിട്ടും. അതാണ് പിന്നെ നമുക്ക് അതിന്റെ സമാധാനം. അതിലൊന്നും ആവശ്യമില്ല. റസൂലുള്ളാഹിനോട് വരെ പറഞ്ഞ എന്താ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഹിദായത്തിലാക്കാൻ കഴിയൂല നബി എന്നുള്ള പറഞ്ഞത്. ഇപ്പൊ നമുക്കിങ്ങനെ തോന്നും ഇങ്ങനെ, പക്ഷെ അതല്ല സത്യം. നമ്മളിപ്പോ ചില ലളിതമായ കാര്യങ്ങൾ നമ്മളിപ്പോ ഈ പറഞ്ഞു കൊടുത്തിട്ട് ഈ വിഷയം പറഞ്ഞു കൊടുത്തിട്ട് ഇത് ഉൾക്കൊള്ളാത്ത എത്രയോ ആളുകളുണ്ട്. പാവങ്ങളായ ആൾക്കാരാണ്. അതിന് മറുവശം പറഞ്ഞുതരാം. പറഞ്ഞ് എത്ര ഖുർആൻ ഹദീസും പറഞ്ഞു കൊടുത്ത് മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. എന്നാൽ ചില സിമ്പിളായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ക്ലിക്കാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് നമ്മൾ സുഹൃത്തുക്കൾ, നമ്മൾ കുറെ അൽഹംദുലില്ലാ നമ്മളെ കൂടെ നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അല്ലാതെ തൗഫീഖ് കൊണ്ട് സലഫി ആദർശം സ്വീകരിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഇന്നാളെ ഒരു സുഹൃത്തിനോട് പറഞ്ഞൊരു വിഷയം എന്താ വെച്ചാല്, സിമ്പിൾ ആയിട്ടൊരു വിഷയം പറഞ്ഞു. അവന് പെട്ടെന്ന് ക്ലിക്കായി, തലി കത്തി. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ഒന്ന് എന്റെ കുട്ടിക്കാലത്തൊക്കെ, ഷഫീഖിന്റെ കുട്ടിക്കാലത്ത്, എന്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ നാട്ടില് ഈ കുടിയോത്തുണ്ടായിരുന്നു. അതായത് മൂല്യമാർ റമദാനിക്ക് വന്നിട്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൂസോലിയാർ അത് ചെയ്തിരുന്നു. പിന്നെ പള്ളിയിലുള്ള മുതിന് എല്ലാ വീട്ടിലും വന്നു കണ്ട് ഇങ്ങനെ ഓതി 1-2 പേജ് ഓതിപ്പോവും റമദാനിക്ക്. അത് ഒരു വീടിന്റെ മുതൽ ഓതിയിട്ട് അടുത്ത ഓടിക്കാൻ ചാടലാണ്. കാരണം എല്ലായിടത്തും ഇങ്ങനെ ഓതിക്കാൻ മണിച്ചു ഓതിക്കാണ്ട് അന്നത്തെ കാലത്ത് സിറ്റ് ഔട്ടിൽ തന്നെ ഒരു പല കടിച്ചിട്ട് അതിന്റെ മുകളിൽ ഖുർആൻ ഉണ്ടാവും. അപ്പൊ ഈ വീട്ടുകാർ കയറി കണ്ട് ഗ്രില്ലൊന്നും വാർത്തുമ്പോൾ ആരും ചോദിക്കുന്നില്ല. വീട്ടുകാർ കയറും, ഇവിടുന്ന് ഓതും, അടുത്ത വീട്ടിൽ പോകും, അവിടെ നിന്ന് ഓതും. അങ്ങനെ വൈകുന്നേരം മുമ്പ് പണിയതാണ്. ഇത് നമ്മളെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ ഖുർആൻ എടുക്കും, മുമ്പ് കസേര ഇരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് കണ്ട ആ ചേറ്റുപടിന്റെ അവിടെ നിന്ന് കണ്ടൊക്കെ മടിയടിച്ച് ഖുർആൻ ഓതും. എന്നാൽ അതേ മുസ്ലിയാരെ അന്ന് രാത്രി മൗലിദ് ഓതാൻ വിളിച്ചാൽ അയാൾ മൗലിദോത്തിൽ ഒരു പായ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു തലയണ വെച്ചിട്ട് തലയന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് മുസല്ലന്റെ ചുറ്റും ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് ആ ഭയഭക്തിയിലാണ് ആ മൗലിദിന്റെ കിതാബോടെ വെക്കുക. ഇന്ന് വരെ ഒരു മുസ്ലിയാരും ഖുർആൻ അങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല. ഒരു മുസ്ലിയാരും ഒരു പായ വിരിച്ചിട്ട് പായന്റെ മുകളിൽ മുസല്ല വെച്ചിട്ട് മുസല്ലന്റെ മുകളിൽ മൗലിദ് ഖുർആൻ വെച്ചിട്ട് ചുറ്റും ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഒരു മുസ്ലിയാരും ഖുർആൻ ഓതി ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞോട്, എന്നോട് നിങ്ങൾ പറഞ്ഞത് ഭയങ്കര പോയിന്റാണ്, സത്യമാണ് പറഞ്ഞോട്. ആ സുഹൃത്ത് മാറാനുള്ള കാരണം അതായിരുന്നു. അതെ, ഈ ഖുർആനിലേക്ക് ഇവര് അള്ളാഹു തആല സന്മാർഗത്തിലേക്ക് ആക്കാൻ വേണ്ടി അയച്ച ഈ ഖുർആൻ ഒന്ന് ചിന്തിക്കുക. അഫലം യതദബ്ബറുൽ ഖുർആൻ, ഖുർആൻ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു ചോദിക്കുന്നത്. പക്ഷെ ഈ ഖുർആൻ ചിന്തിച്ചു നോക്കിയാലോ, ഇത് പഠിച്ചാലോ, ഇത് സാധാരണക്കാരന് പഠിച്ചാൽ ഇവര് വഴിതെറ്റി പോകുന്നുള്ളത് ഇവര് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ജനങ്ങൾ ഖുർആനിൽ അടുക്കുന്ന. അതാണ് നമ്മളിപ്പോ എന്റെ അടുത്ത് ഖുർആൻ പരിഭാഷ ഉണ്ട്. ഇതിപ്പോ ഞാൻ അടുത്തുള്ള അയൽവാസികൾക്ക് കൊടുത്താൽ പോലും ഇവർക്ക് ഇത് നോക്കാൻ പേടിയാണ്. ഇവര് ഇപ്പൊ ഈ മറ്റേ എന്താണ് തങ്ങളുണ്ടല്ലോ ഈ കോയത്ത ഈ ജിഫിരി മുത്തുകോയ, ആറ്റക്കോയും എല്ലാം ഉണ്ട് സാധനം. ഓരോ കോയമാര്, ഈ കോയമാരാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ശരിക്കും പ്രേരിപ്പിക്കുന്നത്. അയാൾ ഇപ്പോഴത്തെ ഞാനൊരു ക്ലിപ്പ് ഉണ്ട്. ഇത് എന്താ ഖുർആൻ നോക്കിയാൽ സാധാരണക്കാര് വഴി വഹിച്ചു പോകുന്നുള്ളത്. ഇവര് ഈ മഹാന്മാരുടെ റൂട്ടിൽ ഓല് പഠിച്ച മാതിരി നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ. സംഭവം മഹാന്മാരുടെ റൂട്ടിൽ തന്നെ. പക്ഷെ ഇവര് പറയുന്ന ഈ മഹാന്മാരാരാ? അന്നത്തെ കാന്തപുരം കേൾക്കലാം, അന്നത്തെ ജിഫ്രി ആയിരിക്കും ഇത്. ഇവര് പറഞ്ഞ മഹാന്മാര്. ഇവര് ഇന്ന് പറയുന്ന ഈ മഹാമാര് അന്ന് ആ കാലത്തുള്ള കാന്തപുരവും ജിഫ്രിയും അങ്ങനത്തെ ആളുകളാണ്. നമ്മൾ കാണുന്നതല്ലേ മുടി വളരുന്നുണ്ട്. എന്റെ വാപ്പാക്ക് ഒന്നും കൂടി കത്തിയത് ഈ കാന്തപുരത്തിനോടുള്ള മതിപ്പ് പോകാനുള്ള കാരണം ഈ മുടി വളരുന്നുണ്ട് എന്നുള്ള വിഷയത്തിലാണ്. അല്ലാതെ ഈ മുടി എന്നുള്ളത് ഇവരെ അടിമുടി വില മാറ്റിയിരിക്കുന്നു കുറെ. ഞാൻ ആലോചിക്കേണ്ട ആ കാന്തപുരത്തിന്റെ അയാളും വയസ്സെത്രയായി? മനുഷ്യൻ അവസാന കാലത്തേണ്ടല്ലോ ഒരു മനസ്താപം, ഒരു തൗബേത് മടങ്ങല് പറഞ്ഞു. ഇത്രയും കാലം ഞാൻ അങ്ങനെ ചെയ്തു, ഇനി ഇങ്ങനെ ഇനിയെങ്കിലും ഒന്നും മര്യാദ ആക്കട്ടെ. ഒരു ചിന്തയില്ലാതെ പിന്നെയും തട്ടിപ്പും കള്ളത്തരങ്ങളും മുടിയും പൊടിയായിട്ട് ഇങ്ങനെ ജാറും മക്കളും ചെങ്ങായി ഓരോന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഇയാൾ ചെയ്ത ളുൽമ് കേരള ജനതയോട് ചെറുത്. നിങ്ങൾ അയാളുടെ സംസാരത്തിൽ പറഞ്ഞല്ലോ, എന്ത് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത ത്യാഗം ചെറുതൊന്നല്ല എന്ന് കാന്തപുരത്തിനോട് പറയേണ്ട വോയിസിൽ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. അതെ, അത് ഞാൻ പറഞ്ഞു മുമ്പരോട്. അതല്ല, ഇത് നോക്ക്, റസൂലുള്ളാഹിന്റെ കാലത്ത് അബൂജഹലാണ് ഏറ്റവും വലിയ ശത്രു. അതെ. അപ്പൊ ഈ അബൂജഹൽ പേപ്പിച്ച ആളുകള് എത്ര ഉണ്ടാവും? ഏറി വന്നാൽ 1,00,000 1,00,000 ആൾക്കാരുണ്ടാവും. ഇന്ത്യൻ സങ്കല്പിക്കുക, അത്രയൊന്നും എന്തായാലും ഇല്ല. അതായത് ഈ ഒരു സമകാലീനരായ ആളുകളെ മാത്രമേ അബൂജഹൽ പേപ്പിച്ചിട്ടുള്ളൂ. റസൂലുള്ളാഹിന്റെ ആഗമനത്തോട് കൂടിയിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു.
പിന്നെ അതവിടെ ആ ഒരു കണ്ടിന്യൂഷൻ അവിടെ നിന്നു. അതെ അതെ ഇന്ന് കാന്തപുരം പേപ്പിച്ചത് എത്ര തലമുറയാണ്. സത്യമാണത്. ഒന്ന് ആലോചിച്ചൊക്കെ ഇതിന്റെ ഭീകരത മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഇതേ അതെ അതെ ഒരു അവസ്ഥയാണ് ഈ പാവപ്പെട്ട ആളുകൾ നാളെ അള്ളാന്റെ മുമ്പിൽ പറയാം, അബ്ബേ ഞങ്ങളെ സാദാത്യങ്ങളെയും കുബറാവുകളെയും ഞങ്ങൾ പിൻപറ്റിയത് ഫഅദല്ലൂന സബീല ഫആതിഹിം ലൈഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ എന്നാ പറയുന്നത്. അതെ അല്ലാതെ അതെ ഈ പണ്ഡിതന്മാരും സാദാത്യങ്ങൾ എന്നാണ്, ബദർ സാദാത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അമദർ സാദത്തിന്റെ ഇബ്രാഹിം ഖലീൽ ബുഖാരിയിലെ. അതെ അതെ, ഈ സാദാത്ത് എന്നുള്ള പ്രയോഗം തന്നെയാണ് അള്ളാഹു താല അവിടെ ഉപയോഗിച്ചത്. അത് ശരി. ആ ആ അതും കൂടി ഒന്ന് നോക്കണം നമ്മള്. ഈ സാദാത്ത് എന്നുള്ള സാദത്തനാവ പ്രയോഗം, കുബ്രാൻ അല്ലേ? സാദത്തിന് കുബറ ഫഅദല്ലൂന സബീല റബ്ബന ആതിഹിം ലൈഫൈനി മിനൽ അദാബി. അള്ളാഹു അവർക്ക് ഞങ്ങൾക്ക് തരുന്നതിനെക്കാട്ടും ഇരട്ടി ശിക്ഷ കൊടുക്ക്, അവരെ നീ നല്ല രീതിയിൽ ശപിക്കും ചെയ്യട്ടോ എന്നാ പറഞ്ഞത്. അത് പറയാന്നുള്ളതല്ലാതെ വേറൊരു പ്രതിവിധി അവിടെ ഇല്ലല്ലോ ആഖിറത്തിൽ കഴിഞ്ഞാല്. അല്ല വേറെ ഓപ്ഷൻ ഇല്ല, തിരിച്ചു. ഈ സാധുക്കള് അന്തല്ലാത്ത ആൾക്കാർ പറഞ്ഞ വർത്താനം കാന്തപുരം നരകത്തിൽ ഞങ്ങൾ നരകത്തിൽ കൂടെ നരകെന്ന് പറഞ്ഞപ്പോൾ എന്തായി മനസ്സിലാക്കിയത്? ഫമാസ്ബറും അല്ല, അവരെങ്ങനെ നരകത്തെ സഹിക്കാൻ കഴിയും? ഇതാണ് എന്റെ ബാച്ചിൽ ഒരു തങ്ങളിനോട് പറഞ്ഞത്, പേര് കൊടിഞ്ഞിട്ട് തങ്ങൾ, ഞങ്ങൾ ഉസ്താമാര് നരകത്തിൽ കാണെങ്കിൽ ഞങ്ങൾ പോകാണ്. അല്ല ഇവരവിടെ അങ്ങനെ പരലോകത്ത് ഇങ്ങനെ തപ്പി കിടക്കുക, അവിടെ മരത്ത് വെച്ചായിരിക്കും കാന്തപുരം എന്റെ മുപ്പര പിന്നാലാണ് മുപ്പര് നരകത്ത് കാണാൻ പോലീസ് ഞാനുണ്ട് പിന്നാലാണ് ചാടി നരകത്തേക്ക്. എന്താണ് ഈ ചിങ്ങൾ? ഞാൻ വല്ലാഹി എനിക്ക് തോന്നിയ സംഗതി അറിയോ, അടിസ്ഥാനപരമായ വിഷയങ്ങളുടെ, അതായത് ശിർക്ക്, തൗഹീദ്, നരകം, സ്വർഗം, ഈ 4 വിഷയത്തിന്റെ ഗാംഭീര്യവും ഇതിന്റെ ഭീകരതയും ഇവര് കൗമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതായത് നരകത്തെ ഈ കാസിമയ്ക്ക് എത്രമാത്രം ചീപ്പാക്കി പറയാൻ കഴിയും, അത്രമാത്രം ചീപ്പാക്കി പറഞ്ഞേ. ഈ ഇവരൊക്കെ നരകത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹു AC ചെയ്തിവിടുന്ന പറഞ്ഞത്. എന്തൊരു കഷ്ണമാണ്. ഒന്ന് നോക്ക്, അള്ളാഹു തആലാന്റെ വിധിയെ മാറ്റി മറിക്കാൻ ഇവർക്കൊക്കെ എന്ത് അധികാരമുള്ളത്? പറഞ്ഞാല് അതായത് ഇവരെ ഈ തെരീക്കുണ്ടല്ലോ, നക്ഷബന്ദി, നൂരിഷ, മറ്റേ ഉടായ്പ തെരീക്കത്ത്, ഇത് പടുകുഴിയാണ്. ഒരു മനുഷ്യൻ തെരീക്കത്തേക്ക് പോകുക പറഞ്ഞാല് അയാൾ പടുകുയിൽ എത്തി എന്നുള്ളതാണ്. പിന്നെ അവിടെ അള്ളാഹും റസൂലും എന്നുള്ളതല്ല, പിന്നെ അവരെ ഷെയ്ഖാണ് അവരുടെ മെയിൻ കാര്യം. എന്നാൽ നേരെ മറിച്ച് ഈ സമസ്തയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ന്യൂട്രലേക്കാരം കുറെ ആൾക്കാർ സാധാരണക്കാരെ. അള്ളാഹുവിന് ഇത് മാത്രം അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളും അള്ളാഹുവിന്റെ മഹത്വത്തിനും ഗാംഭീര്യത്തിനും ഒക്കെ അടിച്ച് താത്തിയിട്ട് അതൊരു കേവലം സാധാരണ മനുഷ്യന്റെ രീതിയിൽ തുലനം ചെയ്യുക. ഇപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ന് ഞാൻ 2-3 ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുത്തു. ഞാൻ ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ചെയ്യാറുണ്ട് വർഷങ്ങളായിട്ട്. അപ്പൊ സൂറത്ത് ഹാക്ക് ചെയ്ത സമയത്ത് ഞാനൊരു ആയത്തിന്റെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്, അതായത് പരലോകത്ത് എത്തിയിട്ട് ഇങ്ങനെ പിന്നെ ഖിയാമത്ത് സമയത്ത് ആകാശങ്ങൾ പൊട്ടി തകരും എന്നൊക്കെ പറഞ്ഞിട്ട് 8 വിഭാഗം അള്ളാഹുവിന്റെ സിംഹാസനത്തെ വഹിക്കുന്നതാണ്. അത് മലക്കുകളെ കുറിച്ച് പറഞ്ഞതാണ്. ആ 8 വിഭാഗം മലക്കുകൾ വഹിക്കുന്ന ആ സിംഹാസനത്തിന്റെ ഗാംഭീര്യം എത്രയായിരിക്കും? ആ സിംഹാസനം ഇരിക്കുന്ന സിംഹാസനം അർശും മടവുവിന്റെ കയ്യിലാണ് ഇവർ പറയുന്നത് ഈ ശൈത്താന്മാര്. എന്തായിരിക്കും ആ മക്കയിലെ മുശ്രിക്ക് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ തോന്നിയ സംഗതി. അബൂജാലുണ്ടാ, ഞാൻ നിങ്ങൾക്ക് ആകെ 8 ആൾക്കാരല്ലല്ലോ, നിങ്ങൾ 16 ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ മതി എന്നുള്ള അത്ര അങ്ങനെ അബൂജാല് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്താ അള്ളാഹുവിന് ഒരു ഗാംഭീര്യമില്ല. ഒരു ഗാംഭീര്യത അള്ളാഹു താലാക്ക് വെച്ചു കൊടുക്കണ്ട്, ഒന്നും ഇവര് വെച്ചു കൊടുക്കണില്ല. ഇവർക്ക് വേറൊരു ഉടായ്പുണ്ട്, ഇന്നമായ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു എന്ന് മാറ്റും, അള്ളാഹ എന്നതിന് പകരം അള്ളാഹു ഉലമാക്കളെ പേടിക്കുന്നു, അള്ളാഹു ഉലമാവിനെ പേടിക്കുന്നു എന്നുള്ളത്. ഇങ്ങോട്ട് നോക്ക്, അള്ളാഹു എല്ലാം എല്ലാ അടിമകൾക്കും മുമ്പിൽ എല്ലാവരും അടക്കി ഭരിക്കുന്നതാണ് അള്ളാഹു. അള്ളാഹു ഇവരെ പേടിക്കാൻ തറ. ഇത് പറയാനൊരു മനസ്സാക്ഷി കുത്തി എന്തൊരു അവസ്ഥ. ആ ഒരു ഞാൻ ചിലപ്പോ ആലോചിക്കും, അള്ളാഹു എത്ര കാരുണ്യവാനും ക്ഷമാശീലനുമാണ്. അല്ലെങ്കിൽ ഈ തോന്നിയാസം പറഞ്ഞ ഈ ശൈത്താന്മാരെ അള്ളാഹ് ഈ ഭൂമിയിൽ നിന്ന് ശിക്ഷിക്കണുണ്ടല്ലോ, പൊടി പോലും കിട്ടാത്ത കോലത്തിൽ അള്ളാഹ് നശിപ്പിക്കൂല ഇവരെ. അള്ളാന്റെ ക്ഷമത്ര, അള്ളാന്റെ കാരുണ്യത്തിലാണ് ഈ കണ്ട തോന്നിയാശ ഈ ശൈത്താന്മാര് പോരമ്പീറ്റും അള്ളാഹ് വല്ല വായിക്കൊണ്ടല്ലേ ഈ ഭൂമിയിൽ. ഇങ്ങോട്ട് വാടാൻ എനിക്ക് ഞാൻ പെടുന്നുള്ളു ഇവിടുന്ന് തരാനുള്ള കോലത്തിൽ ആയിരിക്കും അതൊക്കെ. അള്ളാഹു ആലം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. അത് അള്ളാഹു താല അങ്ങോട്ട് വെച്ചിക്കാണ് ഇവരിപ്പൊക്കെ. ഇവരിപ്പോ നമ്മളോട് പറയുന്ന ഈ അള്ളാഹ എന്ന് പറയുന്നിടത്തെ ഇതാണ് ഇവര് പോയിന്റ് കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, ഉലമാക്കളാണ് അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ അളമത്തും അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും ഇവർക്കാണ്, ഉലമാവിനാണ് അറിയാം. പക്ഷെ ഇവര് നേരെ തിരിച്ചു പറയും. അതായത് ഇവരിപ്പോ കുറെ ഈ മടവൂശയ്ക്ക് പറഞ്ഞതിന്റെ പേരില് അത് മാറ്റി ഇത് മാറ്റി എന്നുള്ളതൊക്കെ ഇവര് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതാണ് അവസ്ഥ എന്ന് പറയാം. നമുക്ക് ബാക്കി പിന്നെ സംസാരിക്കാം. വേറെ ഒരു കാര്യം കൂടി, നമുക്ക് ദൂനി അസ്തജിബിക്കും എന്നുള്ളതാണ് അള്ളാഹു താല പറഞ്ഞത്. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാന്നാണ്. ഞാൻ ഇതിനോട് കൂടി കൂട്ടിയാണ്ട് പറയണം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അള്ളാഹു താലാന്റെ ദുആവിന് ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങൾ ആ വീഡിയോന്റെ കമന്റ്
വീഡിയോയിലെ കമന്റിലുണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അള്ളാഹു എനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഒരാള്. ഒരുത്തൻ കമന്റ് ഇട്ടുണ്ട്. ഒരുത്തൻ കമന്റ് അതേ കമന്റിൽ കാന്തപുരം ചോദിച്ചല്ലോ. അതെ അതെ, കാന്തപുരം തന്നെയാണ് ചോദിച്ചത്. അപ്പൊ റസൂള്ള പറഞ്ഞതാണ് നിങ്ങള് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഏത് ദുആവിനും അള്ളാഹു ഉത്തരം നൽകുന്നുള്ളതാണ്. അതെ, ഉത്തരം നൽകുന്ന 3 കോലത്തിലാണ്, വേറെ കാര്യം. അതെ, മാലം യക്കുൻ ഇസ്മൻ ഔ ഖത്തിയത്തു റഹിമിൻ, അത് കുടുംബ ബന്ധം മുറിക്കുന്നതോ തെറ്റോ അല്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു എന്തായാലും ഉത്തരം നൽകുന്നതാണ് റസൂള്ള പറഞ്ഞത്. അതെ അതെ, അതൊരു പക്ഷെ ഇവിടുന്ന് കിട്ടാം, അല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും കിട്ടുന്ന ഉറപ്പാണ് അതിന് ഇജാബത്ത്. അതാണ് അതിന്റെ സത്യം. പക്ഷെ ഇവർക്ക് അതൊന്നും പ്രശ്നമല്ല. അല്ല, ഇവര് അള്ളാഹു എങ്ങനെയാണ്, അള്ളാഹുവിന്റെ മഹത്വം എന്താണ്, ഗാംഭീര്യം എന്താണ്, ഗുണവിശേഷങ്ങൾ എന്താണ്, അള്ളാഹു എങ്ങനെ ഉത്തരം നൽകുക, അള്ളാഹു ഏതൊക്കെ രീതി, ഒന്നും ഈ കൗമിന് ഇവർ പഠിപ്പിച്ചു. ഇവർ ഔലിയാക്കളെ പോരിശം, ഔലിയാക്കളെ മഹത്വം, ഔലിയാക്കളോട് കളിച്ചു കഴിഞ്ഞാൽ കുരുത്തക്കെട്ടിന് കിട്ടും, അള്ളാഹിനോട് കളിച്ചു കഴിഞ്ഞാൽ കുരുത്തക്കെട്ട് കിട്ടുന്ന ഒരു മൂല്യ പ്രസംഗിക്കണം ഞാൻ കേട്ടിട്ടില്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് കുരുത്തക്കേട് തട്ടുവിട്ടാന്ന് കേരളത്തിൽ ഒരു മല്യം പ്രസംഗിക്കണം ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഔലിയാക്കളോട് കളിച്ചാൽ കുരുത്തക്കെട്ടെന്ന് പറഞ്ഞ 100 കണക്കിന് പുരോഹിതന്മാരെ സമസ്തയുണ്ട്. ഈ അബ്ദുൽ ഉസ്താദ് എനിക്ക് പിന്നെ ഇവരതൊക്കെ വേറെ ഉഡായിപ്പാണെന്ന് തോന്നാല് മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഈ അന്ന് ഈ കുരുവട്ടൂരൊക്കെ ഉണ്ടല്ലോ, മറ്റേ ചങ്ങായി ഒരു ആഫിദ് കുരുവട്ടൂര്, ആ ചങ്ങായി ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വരുന്ന ഒരു സമയമാണ്. അന്ന് ഈ അബ്ദുൽ ഉസ്താദ് എന്നെ വിളിച്ചെന്ന് പറഞ്ഞത്, ഞാൻ അവിടെ പഠിക്കാണ് കേട്ടോ. അന്ന് അബ്ദുൽ ഉസ്താദ് എന്നോട് പറഞ്ഞു വരുമ്പോ അയാളോട് ഒന്ന് ദുആ ചെയ്യിപ്പിച്ചോണ്ടിന്ന് പറഞ്ഞു. അതെ, എന്നിട്ട് ഞാനത് സ്റ്റേജിമേ കയറിയപ്പോ എനിക്ക് അള്ളാഹു താല എന്താന്ന് എനിക്ക് തോന്നി. എനിക്ക് ഇങ്ങനെ ഇയാളെ മുഖത്ത് പോയി എനിക്ക് തോന്നില്ലോ ഈ ചെങ്ങായിനോടൊക്കെ ദുആ ചെയ്യിപ്പിച്ചാൽ മാത്രം ഉണ്ടോ എന്നുള്ളതേ. കൊറേ കാലമായിട്ട് ഈ മൂല്യമാരെ കണ്ടപ്പോ എനിക്ക് മുഖത്തൊക്കെ കുറച്ചൊക്കെ ഒരു ഉടായ്പ എനിക്ക് മനസ്സിലാവും. തോന്നും. എന്നിട്ട് ഇങ്ങനെ തോന്നി ഇയാളാണിപ്പോ ഇത്രയും വലിയൊരു വലിയ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ആക്കി മസേലേക്ക് എന്നോട് കൊണ്ടുവന്നിരുന്നത്. ഈ കുരുവട്ടൂർ ആഫിദിനെ പോലും തള്ളു നോക്കണ്ട, ഒരു കാലത്ത് പോലൊക്കെ താങ്ങിയിരുന്ന ആൾക്കാരാ. അന്ന് ഓലേന് കൊണ്ടുവന്നിരുന്നത്. എന്നിട്ട് അന്ന് ഞാൻ ദുആ ചെയ്യാം, എന്നിട്ട് ദുആ ചെയ്യിപ്പിക്കാതെ ഞാൻ സ്റ്റേജിൽ കയറി, ഞാൻ അതേമാതിരി ഇറങ്ങി. പരിപാടിക്ക് ആഫിദ് വന്നങ്ങണ ആഫിദ് വന്നിരുന്നു പരിപാടിക്കാ, നബിദിന പരിപാടിക്ക്. അത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ഏതാണ് ബാച്ച് സമയത്ത് എനിക്ക് ഓർമ്മയില്ല. ഞാനൊക്കെ സെൽഫി അതിന്റെ ശേഷമായിരിക്കും എന്തായാലും. അപ്പൊ അന്ന് അയാൾ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിങ്ങാണ്ട് ഇതാക്കി. അപ്പൊ അതല്ല വിഷയം ഞാൻ പറഞ്ഞത്. അന്ന് അബ്ദുൽ ഉസ്താദ് ഇയാള് കുടിച്ച വെള്ളത്തിന്റെ ബാക്കി ആ സ്റ്റേജിൽ വന്നുകൊണ്ട് കുടിക്കുന്നുണ്ട്. അതെയോ? അന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കി. പിന്നെ ഇയാള് ഇത്രയും വലിയൊരു ഇതായിട്ട് ഇപ്പൊ നമ്മൾ ഉസ്താദ് ഇപ്പൊ ഭയങ്കര തെരീക്കിലൂടെ എന്നൊക്കെയല്ലോ പറഞ്ഞത്. ഒരിക്കലും വൈദ്യുതില്ല എന്നുള്ളതല്ലേ പറഞ്ഞത്. കാരണം ഇവർക്ക് ഒരുപാട് വെള്ളം കുടിക്കാൻ അന്ന് പോലെ കൂടെയായിരുന്നു ആഫിദ് വരെ കൂടേന്. പക്ഷെ അതല്ല കാര്യം, ഇവര് വഴി തെറ്റൂല എന്നുള്ളതുണ്ടോ. ഇവര് എങ്ങനെ പോയാലും നമ്മൾ മശായിഖുമാരെ തെരീക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വഴി തെറ്റൂല എന്നുള്ളതാണ് ഇവര് പറഞ്ഞു തരുന്നത്. അതായത് ഒരുപാട് തൊരീക്കത്തിന്റെ ഇജാസത്ത് അത് ഇത് തേങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് സമസ്തീന്ന് പോയതാൾ ഈ കണ്ട ഈ കാക്കത്തോളാനും തൊരീക്കത്തും മുഴുവനും കേരളത്തിലുള്ള ഇവര് മഹാന്മാരുണ്ടാക്കിയ സംഘടനയാണ് സമസ്ത എന്നാണ് അവര് വെപ്പ്. ഏത് ഔലിയാക്കൾ അള്ളാന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം ഔലിയാക്കൾ ഉണ്ടാക്കിയ സംഘടന. ആ പ്രഥമ രൂപീകരണ യോഗത്തിൽ അള്ളാന്റെ റസൂലില് ഉദാഹരണപ്പോ അള്ളാന്റെ റസൂൽ ആമീൻ പറഞ്ഞു. അവിടെ തന്നെ റസൂലാണ് നിന്ദിക്കണം. കാരണം ബല ദ്വായക്ക റസൂൽ ആമീൻ പറയാം. എന്നാൽ റസൂലാണ് വന്നെങ്കിൽ റസൂലിനെ കൊണ്ട് തോൽപ്പിക്കണ്ടി. അതായിക്കോട്ടെ. എന്നിട്ട് അങ്ങനെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ സമസ്ത ഇന്നും ഔലിയാക്കളാൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയെന്ന് എത്ര ആൾക്കാരാണ് കണ്ടംപെട്ട് മുജാഹിദിന് 8 വിഭാഗമായി 9 വിഭാഗം എന്ന് പറഞ്ഞത് പോട്ടെ, മനുഷ്യന്മാരുണ്ടാക്കിയ സംഘടനയാണ്, അന്നുണ്ടാക്കിയ സംഘടനയൊന്നല്ല. ഇവലുണ്ട് അള്ളാന്റെ ഔലിയാക്കൾ ഉണ്ടാക്കിയ സംഘടന ഇന്നും ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരുന്ന സംഘടന. എത്ര ത്വരീക്കത്ത് തെറി പറഞ്ഞു നടക്കണ പോലെ ഉസ്താദ്മാരെ ഈ ശംസുലമനെയും ഈ കാന്തപുരത്തിനും തെറി പറഞ്ഞു നടക്കുന്ന എത്ര ത്വരീക്കത്ത് സക്കാഫിമാരും അഹസനിമാരും പിന്നെ അഹസനിമാരുണ്ടോ എനിക്ക് അറിഞ്ഞു. ഇവിടെ ഫൈസിമാരും ബാക്കിമാരും എത്ര ത്വരീക്കത്തുണ്ടെന്ന് ഇവിടെ. അപ്പൊ പല മഹാന്മാരുണ്ടാക്കിയ സംഘടന മഹാന്മാരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ലെന്നല്ല ഇപ്പൊ ഞാൻ മനസ്സിലാകണത്. തീർച്ചയായിട്ടും അതന്നെ, അതാണ് സംഭവം. പിന്നെ അത് മാത്രല്ല ഇതിന്റെ മെയിൻ കാര്യം ഉണ്ടല്ലോ, ഇവരിപ്പോ ഈ ഭിന്നിക്കാൻ വേണ്ടിട്ട് മുൻകൈ എടുത്ത ആളെന്നുള്ള ഇപ്പൊ ഈ കാന്തപുരം. തീർച്ചയായിട്ടും ഇത് സംഘടനകളൊക്കെ ഒരുമിക്കണേ നമുക്ക് ഹൈറാണ് നല്ലതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ഭിന്നിച്ച് ഒരുമിച്ച് കാണിക്കട്ടെ. ഇത്രയും പ്രായവും പക്വതയൊക്കെ ഉള്ള ആളുകളായിട്ട് പോലും ഇവർ ഈ ജീവുള്ള കാലത്ത് തന്നെ ഇവർക്ക് ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാനത് കാന്തപുരത്തിനോട് അന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ പ്രാർത്ഥിക്കുമ്പോ നിങ്ങളോട് ഇപ്പൊ പറയുന്നതിന് നിങ്ങൾ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പ്രാർത്ഥിക്കണേന് ഉത്തരം നൽകുമെന്നുള്ളത് ഞാൻ ചോദിച്ചല്ലോ കഴിയും ചെയ്യും. അങ്ങനല്ല, ചെയ്യണതുകൊണ്ട് ചെയ്യാത്തതുകൊണ്ട് പറഞ്ഞ ഉദാഹരണം ഉണ്ടായില്ലേ ചർച്ചയിൽ. എന്താണെന്നറിയോ, ഇതിപ്പോ എന്നോട് എന്ത് ആദ്യം ചോദിച്ചോന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങണ സമയത്ത് ചോദിക്കാൻ പറ്റുമോ? അതും തമ്മിൽ ഔലിയാക്കൾക്ക് ഉറക്കമില്ലല്ലോ. അതെ, അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ ഈ വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകുന്നുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ ഔലിയാക്കൾ ഉത്തരം ചെയ്യണമല്ലോ.
അതെ അത് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോ കാന്തപുരം ഉറങ്ങണം, ഇനിയിപ്പോ കാന്തപുരം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം മൂപ്പർക്ക് തീരെ ഉണ്ടാവില്ലോ. അപ്പൊ എന്തായാലും ഉത്തരം ചെയ്യണല്ലോ. മരിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് ഉറക്കം അല്ലെങ്കിൽ ഇത് ഈ കാന്തപുരത്തിന്റെ ഈ ഉദാഹരണം ശരിയാവൂല അതിന്. അതെ ഇത് ഇവര് എല്ലാ ആദർശം മട്ടന്മ ചവിട്ടിയ മാതിരിയാണ്. ഇത് ഇവിടെ ചവിട്ടി അവിടെ പൊങ്ങും. ഇവര് ഈ മഹാന്മാരെ ഇവര് പറയുന്ന ഇപ്പൊ സി എം വലിയുള്ള എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ ഉണ്ടല്ലോ, വലിയുള്ള ഒന്നും പറയാൻ പറ്റില്ല, ഈ സി എം എന്നൊക്കെ പറഞ്ഞ ചങ്ങായി ഇവരൊക്കെ ഈ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും വലിയ ഹറാമായ കാര്യങ്ങളെ ഇവര് ഹലാലാക്കും, ഹറാമാക്കും. ഈ നൗഷാദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഷെയ്ഖ് ഒരാളെ ഒരു പെണ്ണിനെ തൊടുകയാണ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂച്ചക്കുട്ടിനെ തൊടുന്ന മാതിരി മാതിരി. എന്താണ് ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം നോക്ക്. ഇതുകൊണ്ടാണ് ഇവര് ദീനെന്ന് പുറത്താവുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ തരീഖത്തിലേക്ക് പോയ ഇപ്പൊ ഈ നൗഷാദ് ഇപ്പൊ ഈ അഹ്സന്മാരുടെ കൂട്ടത്തില് അറിയപ്പെട്ടത് കേട്ടോ, സാധുക്കളായ ആൾക്കാർ ഇപ്പൊ രഹസ്യമായിട്ടുള്ളതുണ്ടാവും. ഒന്ന് അതെ ശരിയായ രീതി ഏതാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഇവരുടെ ത്വരീഖാണ് ശരി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതന്നെയുള്ളൂ. ഇവരുടെ പ്രാർത്ഥന എന്താണ്? ഞാൻ ഇപ്പൊ അതിന്റെ താഴെയുള്ള ആ കമന്റുകൾ നോക്കിയാൽ കാന്തപുരത്തിന്റെ പാതയെ ഞങ്ങൾ അടിയുറപ്പിച്ച് നിർത്തണ എന്നുള്ളതാണ്. കാന്തപുരത്തിന്റെ പാത മഷായിഖുമാരുടെ പാതയിൽ ഞങ്ങൾ അടിയുറപ്പിച്ച് നിർത്തണം എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മളെ പ്രാർത്ഥന അല്ലാതെ ഞങ്ങൾ നേർവഴിക്ക് നടത്തണേ, ഞങ്ങളെ മുന്നോട്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ പാതയിൽ നടത്തണം എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ വ്യക്തി എന്നുള്ള ലെവൽക്കല്ല നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനയുടെ അവസ്ഥ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത് മഹാന്മാരുടെ മദത് വാങ്ങിക്കൊണ്ടല്ല ഇത് വേറൊരു സംഗതിയാണ്. അള്ള വാങ്ങിക്കൊടുക്കണം. ഇവർക്ക് ഈ അള്ളാഹ് മഹാന്റെ മദത് അള്ള വാങ്ങിക്കൊടുക്കണം. അപ്പൊ അള്ളാന്റെ ഇവര് പറയുന്നത് ഞങ്ങൾ ഔലിയാക്കൾ അള്ളാന്റെ ഇടയിൽ മീഡിയേറ്റർ ആണെന്നുള്ളത്. സത്യത്തിൽ ഇവര് ചെയ്യണത് അള്ളാനെ മീഡിയേറ്റർ ആക്കാണ്. ഔലിയാക്കളേക്ക് വാങ്ങിക്കൊടുക്കണം അള്ള. അള്ളാഹു താല നമുക്ക് തരാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇവര് തരാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ഇവരെ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് മറ്റേ ഒരു മന്ത്രി രാജാവ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവര് പറയുന്നുണ്ടല്ലോ. അതാണ് ഇവരുടെ പ്രശ്നം. അള്ളാഹു താല നമുക്ക് തരാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം വാങ്ങി തരാൻ ഇവരാരാ? ഔലിയാക്കളെ പൊരുത്തം വാങ്ങിക്കൊണ്ടല്ല, ഔലിയാക്കളെ മദത് വാങ്ങിക്കൊണ്ടല്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് മമ്പർത്തങ്ങൾ വീഡിയോ അലിവാക്ക് ആറ്റുപുറം പറഞ്ഞു, അള്ളാഹു മമ്പർത്തങ്ങൾ പിന്നെ ഔത്താക്കിയ ആൾക്കാരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഔത്താക്കണേ, അള്ളാഹു മമ്പർത്തങ്ങൾ പുറത്താക്കിയ ആൾക്കാരെ കൂട്ടത്തിൽ ഞങ്ങൾ പുറത്താക്കല്ലേ. അപ്പൊ അള്ള ഇതിന്റെ മീഡിയേറ്റർ, മമ്പർത്തങ്ങൾ കാര്യം തീരുമാനിക്കും. ഹലോ പിന്നെ ഹലോ കേൾക്കണില്ലേ? റേഞ്ചിന്റെ പ്രശ്നം നല്ലോണ്ട്. നമുക്ക് ഇനി ബാക്കി പിന്നീട് സംസാരിക്കാം ഇൻഷാ അല്ലാ. ഓക്കെ ഇൻഷാ അല്ലാ. ഞാൻ വീട്ടിലാണ്, വീട്ടില് റേഞ്ച് കുറവാണ്. ഓക്കെ ഞാൻ ഇൻഷാ അല്ലാ പിന്നെ സംസാരിക്കാം ഇൻഷാ അല്ലാ. ഓക്കെ നല്ല ഹൈറായിട്ട് ഇൻഷാ അല്ലാ. ദുആ. അസ്സലാമു അലൈക്കും.